ദുബായിലോ അല്ലെങ്കിൽ നമ്മൾ ഭീകരമെന്ന് മുദ്ര കുത്തുന്ന ഉത്തരേന്ത്യയുടെ തെരുവുകളിലോ ഒന്നുമല്ല. നമ്മുടെ കോഴിക്കോട് കേവലം 2 മണിക്കൂറുകൾക്ക് മുമ്പ് നേരിടേണ്ടി വന്ന ഒരു അനുഭവം പറയാനാണ്. ഇതിനൊരു പരിഹാരം കാണാതെ അല്ലെങ്കിൽ ഇത്തരം റാക്കറ്റുകൾക്കെതിരെ നടപടിയെടുക്കാതെ നമുക്ക് ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കാൻ ഒരു അർഹതയുമില്ല എന്നുള്ളതാണ്. ഇന്നലെ എറണാകുളത്ത് നിന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് പുലർച്ചെ 5:30 മണിയോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുണ്ടായി. രാവിലെ 9 മണിക്ക് എനിക്ക് ഓഫീസിൽ എത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു ഉറക്കം, ട്രാവലിംഗിലായതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ ഉറക്കമൊന്നും ശരിയാവണമെങ്കിൽ നേരത്തെ റൂമിലെത്തിയാൽ ആവശ്യമാണ്. ഞാൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള റൂട്ടാണ് വരാനുള്ളത്. അതുകൊണ്ടാണ് 5:30 മണി ഒരു നേരം വെളുത്തു തുടങ്ങുന്ന സമയമാണല്ലോ എന്നുള്ളത് പ്രശ്നമാക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ SM സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് LICയുടെ ഭാഗത്തെത്തി. ഈ LICയുടെ ഭാഗത്തെത്തിയ സമയത്ത് ഒരു ബൈക്കിലൊരുത്തൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എത്തിയോന്ന് ചോദിച്ചു. ഒരു ഡബിൾ മീനിങ് ഉള്ള ചോദ്യം. ആ ചോദ്യത്തിലാണ് ഞാൻ എന്തെന്നുള്ള രൂപത്തിൽ ഒന്ന് ചൂടാവുന്ന രൂപത്തിൽ ഞാൻ മറുപടി കൊടുത്ത്. ആ സമയത്ത് ഫോണിൽ എൻ്റെ ഉപ്പ കണക്റ്റഡ് ആണ്. ഉപ്പ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചൂടായ സമയത്ത് ഇവൻ പോയി. അപ്പോൾ ഫോണിൽ ഞാൻ ജസ്റ്റ് വെറുതെ നടക്കില്ലെന്ന് കരുതി ഉപ്പനെ വിളിച്ചിരുന്നു. ബട്ട് ആള് ഫോണിൽ കണക്റ്റഡ് ആണ്. ഉപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, നേരം വെളുത്തിട്ടില്ല, ശരിക്കും ആ ഒരു ഓർമ്മ വേണം, വെറുതെ ചൂടാവാൻ നിൽക്കണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, സേഫ് ആയിട്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മൈൻഡിൽ എന്താ, കോഴിക്കോടാണ് സേഫ് ആണ് എന്നുള്ളൊരു തോന്നലാ. ആ സേഫ്റ്റി ഞാൻ ഇന്ന് ശരിക്കും കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, പാലാഴി ഭാഗത്തേക്കാണ് എനിക്ക് എത്തേണ്ടത്, പാലാഴി ബസ് വരാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ലേറ്റ് ആവും അതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ മാനാഞ്ചിറ അവിടെ മോർണിംഗ് വാക്കിന് വന്ന ആളുകളും എല്ലാവരും ഉണ്ട്, അവിടെ ആളുകളുണ്ട് ശരിക്ക്. അപ്പോൾ മാനാഞ്ചിറ പാർക്കിനകത്ത് കയറിയിരുന്നാലോ നോക്കാൻ വേണ്ടി ഞാൻ ഗേറ്റ് ഓപ്പൺ ആണോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാർക്കിനകത്ത് ആ ഭാഗത്തേക്ക് പോയതായിരുന്നു. രാവിലെ ഗേറ്റ് ഓപ്പൺ ആവൂല എന്നുള്ളത് അറിയാം. ബട്ട് കുറെ ആളുകൾ അവിടെ കണ്ട സമയത്ത് എന്താ സംഭവം നോക്കാൻ വേണ്ടി അങ്ങനെ പോയതായിരുന്നു. ആ സമയത്ത് ഒരു പയ്യൻ, ചെറിയൊരു പയ്യൻ, അതായത് ഒരു 10-20 വയസ്സൊക്കെ ഒരു പയ്യൻ വന്നിട്ട് സ്കൂട്ടറിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ കുറെ നേരമായിട്ട് ആൾ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് വിജിലന്റ് ആയിട്ട് ഇരുന്നോളിന്ന് പറഞ്ഞു. ഞാനൊരു മാനാഞ്ചിറ പാർക്കിന് ആ ഒരു സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളൊന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് അതിലൂടെ നടന്നോളി, ആളില്ലാത്ത വല്ലാതെ ഒരു ഇരുട്ട് പിടിച്ച ഏരിയയിലൂടെ നടക്കണ്ട, കുറെ നേരമായിട്ട് ആൾ ഫോളോ ചെയ്യാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇയാള് എന്റെ ബാക്കിൽ കാണുന്നുണ്ട്, നമുക്കറിയില്ല ഫോളോ ചെയ്യാണോ അല്ല എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ എന്തായാലും ആ പയ്യൻ വണ്ടി തിരിച്ചു വന്നിട്ട് ഇത് പറഞ്ഞ് ആള് പോയി. നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്, ആൾക്ക് നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞു തന്നെയാണ്. അപ്പൊ അങ്ങനെ ആള് പോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പാനിക്ഡ്. ഞാൻ എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എത്തിയോന്ന് ചോദിച്ച ആളുണ്ടല്ലോ, ആള് വീണ്ടും വരുന്നു. വീണ്ടും വന്നിട്ട് ചോദിക്കുകയാണ് ലിഫ്റ്റ് വേണോന്ന്. ഈ സമയത്ത് ഞാൻ നന്നായിട്ട് ചൂടായി. എനിക്ക് എന്താണ് എന്റെ ഉദ്ദേശം എന്നുള്ള രൂപത്തിൽ നന്നായിട്ട് ചൂടായി. അങ്ങനെ അയാൾ ഇത് കേട്ട് അയാള് അവിടുന്ന് പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതോടെ തീർന്നു. ഈ ഒരു സമയത്തേക്ക് തന്നെ ഞാൻ നന്നായിട്ട് പേടിച്ചിരുന്നു. നന്നായിട്ടൊരു വല്ലാത്തൊരു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൂടെ ഒക്കെ തനിച്ചും അല്ലാതെയായിട്ട് ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു അനുഭവം എവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാവും പകലും നോക്കാതെ പോണ്ടിച്ചേരിയിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തുനിന്ന് പോലും ഇത്രമാത്രം അധപതിച്ചൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ രണ്ടാമത് ഇയാൾ വന്നു പോയി. അതോടെ തീർന്നു ഞാൻ വിചാരിക്കുന്നു. പക്ഷെ വീണ്ടും വരികയാണ്. വീണ്ടും വന്നിട്ട് ഈ സെയിം സാധനം വേണമെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാന്നുള്ള ഒരു സാധനം വന്നിട്ട് ഒരു നിസ്സഹായാവസ്ഥയുടെ അങ്ങേയറ്റായിരുന്നു നിന്ന്. വീണ്ടും ഇയാളോട് ആകെ ഷൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോഴത്തേനും ഉപ്പ ഫോണിൽ കണക്റ്റഡ് ആണ്, അവിടെ സ്റ്റിൽ കണക്റ്റഡ് ആണ്. മുമ്പ് പറയുന്നുണ്ട് ഓട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ നോക്ക്, ഒരാളുള്ള സ്ഥലത്തേക്ക് പോകാൻ നോക്ക്, ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഓട്ടോ വിളിക്കാൻ എനിക്ക് പേടി. നമ്മൾ വിളിക്കുന്ന ഓട്ടോ എങ്ങനെയുള്ള ആളാവെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ആ സമയത്ത് ഒരു ഓട്ടോ വന്നു. ഞാൻ കൈ കാണിച്ചു. അയാൾ എങ്ങോട്ടോ പോകുന്ന ഒരു ഓട്ടോ ആണ്. അയാൾ പറയണ ചെയ്ത്, എന്നെ ഇറക്കി തരുന്ന സമയത്ത് അയാൾ പറയണ ചെയ്ത്, നിങ്ങളെ കണ്ണു മുഖം കണ്ടിട്ട് നിർത്തിയാണ് ഞാനിന്ന്. അത്രക്കും ഞാൻ ആകെ ടെൻഷനായി പോയിരുന്നു. അങ്ങനെ അയാള് വണ്ടി നിർത്തി എന്നെ ബസ് സ്റ്റോപ്പിൽ. ഞാൻ പറഞ്ഞു എന്നെ ആളുകളുടെ ഇടയിൽ കൊണ്ടാക്കി തന്നാൽ മതി. അങ്ങനെ അയാള് ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറക്കി തന്ന്. പിന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഈ നേരം വരെ എന്റെ ഷോക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം, അത് കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന്. പറയാനുള്ളത് ഗവൺമെന്റിനോടാണ്. വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്നത് നോക്കുകുത്തിയായിട്ട് ഇരിക്കേണ്ട ഒരു സംവിധാനമല്ല. ഇതിനെതിരെ കൃത്യമായിട്ട് ഇടപെടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഏതെങ്കിലും ഒരു ഷോപ്പിന് മുന്നിൽ നിന്നെങ്കിലും
അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു CCTV കവറേജെങ്കിലും കിട്ടാതിരിക്കില്ല. ആ ആളെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇത്തരം റാക്കറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാവുമെന്നുള്ളത് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. എനിക്ക് ഇന്ന് കഴിഞ്ഞ വിഷയമായിട്ട് ഒരുപക്ഷെ എനിക്കിതിനെ അവിടെ മറച്ചു വെക്കാം അല്ലെങ്കിൽ എടുത്തു വെക്കാം. പക്ഷെ എനിക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഈ നാട്ടിൽ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഈ നാട്ടിൽ നമ്മുടെ നാടിന്റെ ആവശ്യമാണിത്. ഇവിടെ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത് നാടിന്റെ ആവശ്യമാണ്. ഞാൻ പറയുന്നത് രാത്രി 2 മണിയിലെ 3 മണിയിലെ കാര്യം പോലും അല്ല. പുലർച്ചെ നേരം വെളുത്തു തുടങ്ങുന്ന ഒരു സമയത്ത്, ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു സമയത്ത്, ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നട്ടപ്പാതിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നാട്ടില് നമുക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയണം. ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഭാഷ പതറി പോകുന്നുണ്ട്, എന്റെ വാക്കുകൾ പതറി പോകുന്നുണ്ട്, ഞാൻ ഇടറി പോകുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റിൽ ആ ഷോക്കിലാണ് നിൽക്കുന്നത്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഒരു അപേക്ഷയായിട്ട് പറഞ്ഞു വെക്കുകയാണ്.